നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുണ്ടറ കുരീപ്പള്ളിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ഉമയനെല്ലൂർ അമ്പലവയൽ സ്വദേശി തുളസീധരനാണ് മരിച്ചത്. കുണ്ടറ കണ്ണനെല്ലൂർ റോഡിൽ ടിപ്പർ ലോറി സ്കൂട്ടറിലിടിച്ചായിരുന്നു അപകടം. കൊല്ലത്ത് രണ്ടിടത്ത് തീപിടുത്തം. അഞ്ചലിലും മുഖത്തലയിലുമാണ് അഗ്നിബാധയുണ്ടായത്. അഞ്ചലിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കും മുഖത്തലയിൽ ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രത്തിലുമാണ് തീപിടിച്ചത്. ലൈസൻസ് ഇല്ലാതെ സൂക്ഷിച്ച സ്ഫോടക വസ്തുക്കളും നിർമ്മാണ സാമഗ്രികളും കണ്ടെടുത്തു. ചവറ കൃഷ്ണൻനട സ്വദേശി രഘുവിന്റെ വീട്ടിൽ നിന്നുമാണ് ഇവ പിടികൂടിയത്. വിശദമായ വാർത്തകളിലേക്ക്. കുണ്ടറ കുരീപ്പള്ളിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ഉമയനെല്ലൂർ അമ്പലവയൽ സ്വദേശി തുളസീധരനാണ് മരിച്ചത്. കുണ്ടറ കണ്ണനെല്ലൂർ റോഡിൽ ടിപ്പർ ലോറിയിടിച്ചാണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചത്. കുണ്ടറ കണ്ണനെല്ലൂർ റോഡിൽ കുരിപ്പള്ളി മാർത്തോമ ചർച്ചിന് സമീപത്ത് വളവ് തിരിയുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ തുളസീധരന്റെ തലയിലൂടെ ലോറിയുടെ ചക്രം കയറിയിറങ്ങുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ തുളസീധരൻ മരണമടഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. മാവേലിക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ പോരുവഴിയിൽ പര്യടനം നടത്തി. പോരുവഴി കൊച്ചുതെരുവ് ജംഗ്ഷനിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. മാവേലിക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ പോരുവഴിയിൽ പര്യടനം നടത്തി. പോരുവഴി കൊച്ചുതെരുവ് ജംഗ്ഷനിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. ചക്കുവള്ളി, പരവട്ടം, ശാസ്താനട, 7-ാം മൈൽ, മലനട, ഇടയ്ക്കാട്, ഗിരിപുരം മേഖലകൾ സന്ദർശിച്ചു. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചാണ് പര്യടനം തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കൊല്ലം അഞ്ചലിൽ വൻ തീപിടുത്തം. അഞ്ചൽ ചന്തയിലാണ് രാത്രി 11 മണിയോടെ തീപിടുത്തമുണ്ടായത്. പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാ പ്രവർത്തകർ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യ ചാക്കുകെട്ടുകൾക്കാണ് തീപിടിച്ചത്. നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ചേർന്ന് മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പുനലൂരിൽ നിന്നും 1 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി വെള്ളം തീർന്നിട്ടും തീ നിയന്ത്രിക്കാൻ കഴിയാതെയായി. പിന്നീട് കടയ്ക്കൽ നിന്ന് വീണ്ടും 1 യൂണിറ്റ് കൂടി എത്തിയെങ്കിലും അതിനും വെള്ളം തീർന്നു. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുകയും കുന്നിക്കോട് ഫയർ സ്റ്റേഷനിൽ നിന്നും 1 യൂണിറ്റ് കൂടി എത്തിയാണ് ഏറെ ശ്രമപ്പെട്ട് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സാമൂഹിക വിരുദ്ധരാകാം തീപിടുത്തത്തിന് പിന്നിലെന്നാണ് ചന്തയ്ക്കുള്ളിലെ വ്യാപാരികൾ പറയുന്നത്. പുലർച്ചെ 1:30 മണിയോടുകൂടിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടരാഞ്ഞത് വൻ ദുരന്തമൊഴിവാക്കി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്വകാര്യ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ അഗ്നിബാധ. കൊല്ലം മുഖത്തല ചെന്താപ്പൂര് പ്ലാമൂട്ടിലെ സ്വകാര്യ ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. ചൊവ്വാഴ്ച പുലർച്ചെ 1:30 സംഭവം. കടപ്പാക്കട, ചാമക്കട തുടങ്ങി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10ഓളം അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തി പുലർച്ചെ 5:30 മണിയോടുകൂടിയാണ് ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രത്തിലെ തീ നിയന്ത്രണ വിധേയമാക്കിയത്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നതിനാൽ വലിയ അപകടമൊഴിവായി. പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊല്ലം PWD ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത്. നഗരത്തിൽ മാർച്ചിന് ശേഷമായിരുന്നു ധർണ. കൊല്ലം PWD ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് K. പവനൻ ഉദ്ഘാടനം ചെയ്തു. ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക, കരാർ കുടിശ്ശികകൾ വിതരണം ചെയ്യുക, സൊസൈറ്റികളെ അമിതമായി സഹായിക്കുന്ന ഗവൺമെന്റ് നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. എല്ലാ കരാറുകാരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് നമ്മുടെ ബലം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ സംഘടന പറയുന്ന കാര്യങ്ങളും പാലിക്കാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് തീരുമാനങ്ങൾ ഉണ്ടാവും. അവർ ഇത്രയും പറഞ്ഞുകൊണ്ട് സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. അജയകുമാർ, പ്രേംലാൽ, ഷിബി, ജയൻ പോങ്ങട, വേണുഗോപാൽ, രാജൻ, മനു, പുരുഷോത്തമൻ, രാജു ജെയിംസ്, ഷഹനാസ് തുടങ്ങിയവർ സംസാരിച്ചു. റിയാസ് അഹമ്മദ് നന്ദി പറഞ്ഞു. നമ്മൾ നിരന്തരമായി സമരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് സർക്കാരുകൾ നമ്മളുടെ യാതൊരു വാക്കിനും ചെവികൊള്ളാതെ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ വീണ്ടും നടപ്പിലാക്കാൻ ശ്രമിക്കാതെ കരാറുകാരെ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
കേരാഫെഡ് തൊഴിലാളി കുടുംബസംഗമം കരുനാഗപ്പള്ളിയിൽ നടത്തി. കേരാഫെഡ് വർക്കേഴ്സ് യൂണിയൻ CI2-ന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം നടത്തിയത്. CI2 അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. കേരാഫെഡ് വർക്കേഴ്സ് യൂണിയൻ CI2-ന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. CI2 അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PR വസന്തൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C രാധാമണി, ഏരിയ സെക്രട്ടറി PK ജയപ്രകാശ്, CI2 ഏരിയ പ്രസിഡന്റ് V ദിവാകരൻ, സെക്രട്ടറി A അനിരുദ്ധൻ, B കൃഷ്ണകുമാർ, VP ജയപ്രകാശ് മേനോൻ, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. കേരളത്തിലെ തൊഴിലാളികൾക്ക് നമുക്ക് ഈ തൊഴിൽ നിലനിർത്തുന്നതിനും നമ്മുടെ ജീവിതം സന്തോഷകരമായും സമാധാനപരമായും ജീവിച്ചു പോകുന്നതിനും കഴിയുന്ന തരത്തിലേക്ക് ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ കഴിയണം. അതിനാവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങളിൽ നമുക്ക് വിജയസാധ്യത, നമുക്ക് വിജയമല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല. ആ വിജയത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുള്ള പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ ഏറ്റെടുക്കണം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ലൈസൻസ് ഇല്ലാതെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളും നിർമ്മാണ സാമഗ്രികളും കണ്ടെടുത്തു. ചവറ കൃഷ്ണനട സ്വദേശി രഘുവിന്റെ വീട്ടിൽ നിന്നുമാണ് ഇവ പിടികൂടിയത്. ചവറ SHOയുടെ നേതൃത്വത്തിലാണ് ഇവ പിടികൂടിയത്. വീട്ടിൽ നിന്ന് പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളും നിർമ്മാണ സാമഗ്രികളും കണ്ടെടുത്തു. ചവറ കൃഷ്ണനട വാർഡിൽ തെക്കിനി പടിഞ്ഞാറ്റതിൽ രഘുവിന്റെ വീട്ടിൽ നിന്നാണ് ചവറ പോലീസ് ഇവ പിടികൂടിയത്. വാടക വീടാണിത്. എന്നാൽ രഘുവിനെ കണ്ടെത്താനായില്ല. 5 ഗുണ്ടും ഓലപ്പടക്കവും കണ്ടെടുത്തിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 1.2 കിലോഗ്രാം സൾഫർ, 1.2 കിലോഗ്രാം ഗൺ പൗഡർ, 4.6 കിലോ പൊട്ടാസ്യം നൈട്രേറ്റ് എന്നിവയും മറ്റ് നിർമ്മാണ സാമഗ്രികളുമാണ് കണ്ടെടുത്തത്. ലൈസൻസ് ഇല്ലാതെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നവയാണ് എന്ന് പോലീസ് പറഞ്ഞു. ഇൻസ്പെക്ടർ VS അജീഷ്, SCമാരായ ഗോവിന്ദ, ഷാജി ഗണേശൻ, മദൻ, ഗോപാലകൃഷ്ണൻ, CPOമാരായ ശങ്കർ, ഉഷ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഫോടക വസ്തുക്കളും നിർമ്മാണ സാമഗ്രികളും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. അടുക്കളത്തോട്ടത്തിൽ വിജയഗാഥ രചിച്ച മണക്കാല സ്വദേശി അലക്സാണ്ടർ തോമസ്. മണക്കാല തൃപ്തി കേബിൾ TV ഉടമ കൂടിയാണ് ഈ കർഷകൻ. തമിഴ്നാട്ടിൽ വിളയുന്ന പച്ചക്കറികൾ പോലും ഇദ്ദേഹത്തിന്റെ അടുക്കളത്തോട്ടത്തിൽ സുലഭമാണ്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിലെ കൃഷിത്തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുക്കണമെന്ന ആഗ്രഹമാണ് കേബിൾ TV ഉടമ കൂടിയായ അലക്സാണ്ടർ തോമസ് കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം. നമ്മുടെ അടുക്കളത്തോട്ടം എന്നുള്ള നിലയിലാണ് നമ്മൾ ഇതിനെ പരിപാലിക്കുന്നത്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലൂടെ നമ്മളൊരു 4 വർഷത്തിന് മുമ്പാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഞങ്ങളുടെ വീട്ടിലേക്കുള്ള മൊത്തം പച്ചക്കറികൾ, അതായത് കിഴങ്ങും ഉള്ളി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ഇപ്പം നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ മണ്ണിൽ വിളയുന്ന പച്ചക്കറികൾ പോലും വിളയിച്ച് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഈ കർഷകൻ. മണക്കാല തൃപ്തി കേബിൾ TV ഉടമ തുവയൂർ വടക്ക് തെങ്ങുംവിളയിൽ അലക്സാണ്ടർ തോമസ് ഇന്ന് ഹീറോയാണ്. കടുത്ത ചൂടിലും ജൈവ പച്ചക്കറികളുടെ വിളവെടുപ്പിനൊരുങ്ങുകയാണ് അദ്ദേഹം. ബീട്രൂട്ട്, ക്യാബേജ്, ക്യാരറ്റ്, കോളിഫ്ലവർ, അമരപ്പയർ, ബീൻസ് തുടങ്ങിയ പച്ചക്കറികളുടെ വിളവെടുപ്പിനാണ് മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായിരുന്ന അലക്സാണ്ടർ തയ്യാറെടുക്കുന്നത്. ക്യാബേജും കോളിഫ്ലവറുമാണ് ഇപ്പോൾ വിളവെടുപ്പിന് പാകമായത്. കാബേജും കോളിഫ്ലവർ ഏകദേശം ഞാൻ 4 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. ശീതകാല പച്ചക്കറികളാണ്. കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, ഇതൊക്കെ ശീതകാല പച്ചക്കറികളാണ്. അത് നമ്മൾ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ് നമ്മൾ നടേണ്ടത്. കാരണം ആ സമയത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ മഴയായിരിക്കും. എങ്കിൽ പോലും മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് അത് പരിപാലിച്ച് നവംബർ, ഡിസംബർ വരെ ഇത് പരിപാലിക്കാനുള്ളത് ഒരു ദുഷ്കരമായ പണി തന്നെയാണ്. ബീൻസ്, ക്യാരറ്റ് ഉൾപ്പെടെയുള്ളവ 2 ആഴ്ചയ്ക്കുള്ളിൽ പാകമാകും. ഇതുകൂടാതെ വാളരിപ്പയർ, പാലക്കുചീര, വിവിധ ഇനം ചീരകൾ, മധുരക്കിഴങ്ങ്, ചതുരപ്പയർ, പാവൽ, പടവലം, വഴുതന, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയുമുണ്ട് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ. അതിരാവിലെ എഴുന്നേറ്റ് ചായ കുടി കഴിഞ്ഞാൽ പിന്നെ 1.5 മണിക്കൂറോളം ജൈവ പച്ചക്കറി തോട്ടത്തിലെ കർഷകനാകും. ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഇതിനകത്ത്
രാസവളങ്ങളോ കീടനാശികളോ ഒന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ചാണകവും ചാമ്പലും വെള്ളവും മാത്രം ഉപയോഗിച്ചാണ് കൃഷി മൊത്തം ചെയ്യുന്നത്. ചില അതുകൊണ്ട് ഉൽപ്പാദനം കുറവായിരിക്കാം, പക്ഷെ ഉള്ള ഉൽപ്പാദനത്തിന് യാതൊരുവിധമായ അശുദ്ധിയില്ല. ശുദ്ധമായ പച്ചക്കറി കിട്ടും. ചിലപ്പോൾ പാവയ്ക്ക 20 പിടിക്കേണ്ടത് 5 പിടിക്കത്തുള്ളൂ. 5 മതി നമുക്ക്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി എടുത്ത ശേഷം ബാക്കി വരുന്ന പച്ചക്കറി സമീപത്തുള്ള വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ നൽകാറുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. ന്യൂസ് ബ്യൂറോ, അടൂർ. ക്ലാപ്പന CMS LP സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. യാത്രയയപ്പ് സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടന്നു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ലാപ്പന CMS LP സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ആരാധനാലയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ 175 വർഷം പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ആരാധനാലയം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് ഈ നാട്ടുകാർ കാണണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഈ മണ്ണ് തന്നെ ഇവിടെ ചവിട്ടുന്നത് തന്നെ ഒരു പുണ്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ദീർഘകാലം എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി ഈ സ്കൂളിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിനെല്ലാം വികസനപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം നേതൃത്വം കൊടുത്ത അന്നമ്മ കരോളൻ ചാക്കോ, നിങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായ HM വിരമിക്കുകയാണ്. ലോക്കൽ മാനേജർ അനീഷ് പടിക്കമണ്ണിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി റിച്ചു ജേക്കബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CMS സ്കൂൾ കോപ്പറേറ്റീവ് മാനേജർ സുമോദ് സി ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി. SRG കൺവീനർ ജിൻസ് മറിയം ജോൺ, ശ്രീജ ഗോപിനാഥ, C മിനിമോൾ, അംബുജാക്ഷി, സജീവ് ഓണമ്പള്ളി, PS വർഗീസ്, PI പോൾ, അൻസിൽ വിൽസൺ, ബെർണാഷ്, രാജ്മോഹൻ, ലക്ഷ്മി S രവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരുനാഗപ്പള്ളി പുന്നക്കുളം സംസ്കൃത UP സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. പുരസ്കാര വിതരണം, കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. കരുനാഗപ്പള്ളി പുന്നക്കുളം സംസ്കൃത UP സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. നല്ല ശേഷിയുള്ള അധ്യാപകർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിപ്പോൾ ഒരു സർക്കാർ സ്കൂളാണ്. ഈ സ്കൂളിൽ ഒരു ടീച്ചർ പഠിപ്പിക്കാൻ കയറണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത മാത്രം നേടിയാൽ പോരാ. അത് കഴിഞ്ഞിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന ഒരു എലിജിബിൾ ടെസ്റ്റ് ഉണ്ട്, ഹേറ്ററ്റ് എന്ന് പറയും. ആ എലിജിബിൾ ടെസ്റ്റ് പാസ്സായെങ്കിൽ മാത്രമേ ഇവിടെ അധ്യാപികയായിട്ട് കയറാൻ പറ്റൂ. അത് മാത്രമല്ല, ഒരു 2-3 ലക്ഷം പേർ എഴുതുന്ന PSC പരീക്ഷ എഴുതി അതിൽ 10-500 പേരിൽ ഒരാളായി വന്നെങ്കിൽ മാത്രമേ ഈ സംസ്കൃത സ്കൂൾ പോലുള്ള സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ യോഗ്യത ഉണ്ടാവുകയുള്ളൂ. ചടങ്ങിൽ സംസ്ഥാന സബ് ജില്ലാ തലത്തിൽ മികച്ച SMC കമ്മിറ്റിക്കുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അവാർഡ് നേടിയ SMC ചെയർമാൻ KS പുരം സുധീറിനെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാഷിദ് വാഹിദ്, യൂസഫ് കുഞ്ഞ്, ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രഥമാധ്യാപകൻ സത്താർ സ്വാഗതം പറഞ്ഞു. CR മഹേഷ് MLA ആണ് സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തൊടിയൂർ നോർത്ത് ഗവൺമെന്റ് LPSൽ സ്കൂൾ വാർഷികം നടത്തി. നിറക്കൂട്ട് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തൊടിയൂർ നോർത്ത് ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. നിറക്കൂട്ട് 2024 എന്ന പേരിലായിരുന്നു വാർഷികാഘോഷം. വാർഷികാഘോഷ പരിപാടികൾ CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പശ്ചാത്തല സൗകര്യ വികസനം പൂർത്തിയാകുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ രക്ഷകർത്താക്കളും എൻ്റെ മകൻ പഠിക്കുന്നത്, എൻ്റെ മകൾ പഠിക്കുന്നത് തൊടിയൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് എന്ന് പറയത്തക്ക തരത്തിൽ എല്ലാവരെയും കുട്ടികളുടെ എണ്ണത്തിൽ വന്നിട്ടുള്ള കുറവ് അടുത്ത അധ്യയന വർഷം പരിഹരിച്ചുകൊണ്ട് വീടുകൾ കയറി ഇറങ്ങി ഈ സ്കൂളിൻ്റെ മികവ് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ ഇവിടെ എത്തിക്കണം. നല്ല ഒരു അധ്യാപകരുടെ ടീമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നു. കുട്ടികളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർ ശ്രീ K ധർമ്മദാസ് ഇവിടുത്തെ വികസന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വളരെ കാര്യക്ഷമമായി അദ്ദേഹം ശ്രീ T രാജീവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഞങ്ങളെല്ലാവരും കൂടി സംയുക്തമായി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വേദിയിലുണ്ട്. ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഉണ്ടാകും. SMC ചെയർമാൻ ഷമീർ അസിസിയ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപകൻ C അജിത് കുമാർ സ്വാഗതം പറഞ്ഞു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണവും നടൻ ഷിഹാദ് മുഖ്യ അതിഥിയുമായിരുന്നു. തൊടിയൂർ വിജയൻ, T രാജീവ്, ഷബിന ജവാദ്, K ധർമ്മദാസ്, U വിനോദ്, ശ്രീജ ഗോപിനാഥ്, സ്വപ്ന S കുചിത്രത്തിൽ, G പ്രദീപ് കുമാർ, S സുസ്മി, S പ്രശോഭ, ഷേർലി, സുനിൽകുമാർ, സ്റ്റാലിൻ രവി, M മഹീദ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടറ കുരിപ്പള്ളിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ഉമയനെല്ലൂർ അമ്പലവയൽ സ്വദേശി തുളസീധരനാണ് മരിച്ചത്. കുണ്ടറ കണ്ണനെല്ലൂർ റോഡിൽ ടിപ്പർ ലോറി സ്കൂട്ടറിലിടിച്ചായിരുന്നു അപകടം. കൊല്ലത്ത് രണ്ടിടത്ത് തീപിടുത്തം. അഞ്ചലിലും മുഖത്തലയിലുമാണ് അഗ്നിബാധയുണ്ടായത്. അഞ്ചലിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കും മുഖത്തലയിൽ ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രത്തിലുമാണ് തീപിടിച്ചത്. ലൈസൻസ് ഇല്ലാതെ സൂക്ഷിച്ച സ്ഫോടക വസ്തുക്കളും നിർമ്മാണ സാമഗ്രികളും കണ്ടെടുത്തു. ചവറ കൃഷ്ണൻനട സ്വദേശി രഘുവിന്റെ വീട്ടിൽ നിന്നുമാണ് ഇവ പിടികൂടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.